ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു J&J കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റോൺ ഷീറ്റ് വെച്ചാണ് കാണിക്കുന്നത്. പല സൈസ് സ്റ്റോൺ ഷീറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഒന്ന് വന്നിട്ട് സ്റ്റിക്കിംഗ് ടൈപ്പ്, അല്ലാതെ മെൽറ്റായി പോകുന്ന ടൈപ്പ്, അങ്ങനെ പല രീതിയിലുള്ളതുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന ഇതേപോലെ ഡബിളായിട്ട് ലെയർ നമ്മൾ കൊടുക്കുന്ന ഈ ഷീറ്റ് തന്നെ നിങ്ങൾക്ക് രണ്ടായിട്ട് മുറിച്ചിട്ട് ഹെയർ ബാൻഡ് ഉണ്ടാക്കാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഹെയർ ബാൻഡിൽ കൊള്ളുന്നതിലും കൂടുതലുണ്ട് ഈ ഒരു മോഡൽ എടുക്കുമ്പോൾ. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ടെണ്ണം ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ സെയിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇത് നല്ല ലാഭമാണ്. ഇതിൽ വന്നിട്ട് ആദ്യത്തെ തന്നെ നമ്മൾ മെറ്റൽ ഹെയർ ബോ എടുക്കുക, എന്നിട്ട് ഗ്ലൂ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പം ഇതിൽ നമ്മൾ ഇച്ചിരി ലൈറ്റായിട്ട് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ സ്റ്റോൺസിൻ്റെ പുറകിലൊരു ഷീറ്റുണ്ട്, ഈ ഷീറ്റ് ഒന്ന് പറിച്ചെടുക്കാം. അപ്പം വലിച്ചൊന്നും കീറിയെടുത്തേക്കല്ലേ, കാരണം ഗ്ലൂവും ഒട്ടിയിരിക്കുന്ന ആ നൈസായിട്ടുള്ളത് പോരാൻ ചാൻസ് ഉണ്ട്. സ്റ്റോൺസ് ഓരോന്നോരോന്ന് കട്ടയായിട്ട്. അപ്പോൾ അത് ആവാതിരിക്കാനാണ് പതുക്കെ ഇങ്ങനെ വലിച്ച് കുറച്ച് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക. അതല്ല എങ്കിൽ സ്റ്റോൺസ് വേർവിട്ട് വരും, ഇങ്ങനെ വൈറ്റ് വേറെ ബ്ലൂ വേറെ അങ്ങനെ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് പതുക്കെ വലിക്കണമെന്ന്. ഇത് അതേപോലെ ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ലൈറ്റായിട്ട് ഗ്ലൂ തേക്കുന്നു, ഒട്ടിക്കുന്നു. അതിലും പശയുണ്ട്, ഗ്ലൂവും കൂടെ തേക്കുമ്പോൾ ഡബിൾ സ്ട്രോങ് ആയിട്ട് ഒട്ടിയിരുന്നുള്ളൂ. ഇതിന് എൻഡ് ടേപ്പോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെക്കേണ്ട ആവശ്യമില്ല സ്റ്റോൺ ഷീറ്റുകൾക്ക്, കാരണം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഉറച്ചിരുന്നോളൂ, പോവത്തില്ല. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ കംപ്ലീറ്റ് ഹെയർ ബോ നമ്മൾ ഇതേപോലെ ഒട്ടിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഷീറ്റ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു അലിഗേറ്റർ ക്ലിപ്പേലും ഒരു ഹെയർ ബോയ്ക്കും ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് പിന്നത്തേലും നമുക്ക് ഒരു ഹെയർ ബോ ചെയ്യാനുള്ള അത്രയും മെറ്റീരിയൽസും ഉണ്ടാവും. അത് കഴിഞ്ഞ് ഞാൻ ഒരു സൈഡിൽ നമുക്കത് തികയില്ലെന്ന് തോന്നിയപ്പോൾ വേണമെങ്കിൽ അത് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഷീറ്റും കൂടെ വെക്കാം, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത്. അതല്ല എങ്കിൽ ഇതേപോലെ സ്റ്റോൺ ലേസ് നിങ്ങൾ ഒട്ടിച്ചാലും മതി. അപ്പോൾ ഒന്നും കൂടെ മനോഹരമായിട്ട് ഷൈനിങ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല ഭംഗിയിൽ കാണാൻ തന്നെ. ഇതിൻ്റെ എൻഡിൽ ഒന്നും വെക്കുക ഒട്ടിക്കുക ഒന്നും വേണ്ട. ഇത് 24 hours കഴിയുമ്പോൾ നന്നായിട്ട് ഉറച്ചിരുന്നോളും, പോവത്തില്ല. സൈഡൊന്നും ഇളകുകയില്ല. നിങ്ങൾക്ക് ഡെയിലി യൂസിനും പറ്റും, അല്ലാതെ ഫങ്ഷൻസിനും പറ്റും. സ്റ്റോൺസൊക്കെ നല്ല ഇതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, താങ്ക് യു.